അതിനകത്ത് നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ മാഫിയ അല്ല മാഫിയ ഒരാളുണ്ടല്ലേ, മാഫിയ ശശി, ആ പുള്ളിയുടെ ഒരു പടമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് വന്നത്, ഒരേ ഫ്ലൈറ്റ് ചെന്നൈയിൽ നിന്ന് വന്നത്. പിന്നീട് ആ സിനിമയിൽ റോള് കിട്ടിയോ? ഇല്ല 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 ഇല്ല. കാരണം ഇവിടെ നമ്മള് കോപ്പറേറ്റ് ചെയ്തില്ലല്ലോ നോബലിന്റെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ അവിടെ വിളിച്ചായിരുന്നേ. അങ്ങനെ വേറെ ആരെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടോ? നമ്മൾ ഈ പറഞ്ഞവരല്ലാതെ വേറെ ആരെങ്കിലും ഭാഗത്തും ദുരനുഭവം ഉണ്ടായോ മിനുവിന്? പിന്നെ വേറൊരു പ്രൊഡക്ഷൻ കൺട്രോളർ കഴിഞ്ഞ മാസം എന്നെ വിളിച്ചു പറഞ്ഞു, തിരുവനന്തപുരത്തോട്ട് പെട്ടെന്ന് വിച്ചു എന്ന് പേരുള്ള. ഞാൻ ആ പയ്യനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, എനിക്ക് അറിയത്തുമില്ല. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാണെന്നാണ് പറഞ്ഞത്. ചേച്ചിക്ക് ഒരു ത്രൂ ഔട്ട് റോൾ ഉണ്ട്, നല്ല ക്യാരക്ടർ, ബിന്ദു പണിക്കറിന്റെ പോലത്തെ ക്യാരക്ടറാണ് ചേച്ചി. പക്ഷേ ഉടനെ ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ ഞങ്ങൾ ആ ക്യാരക്ടർ ചേച്ചിക്ക് ഫിക്സ് ചെയ്യാം. പക്ഷേ ഡയറക്ടർക്കും പ്രൊഡ്യൂസറിനും ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, എന്നാലേ ചേച്ചിന് അതിൽ ഇതാക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതായിട്ട് വിളിച്ചായിരുന്നു. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതൊരു അവിടുത്തെ ചട്ടമാണല്ലേ, സിനിമാ മേഖലയിൽ ഒരു ചട്ടം തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതെ ശരിയാണ്. പലയിടത്തും പല പെൺകുട്ടികളും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിറ്റ്നസ്സുമാണ്. ഒരുപാട് പെൺകുട്ടികളെ മിനുവിന് എപ്പോഴെങ്കിലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നൊരു, ഞാൻ തുറന്നു ചോദിക്കുന്നത് എനിക്കറിയാം, അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ടാണ്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ വന്നിട്ട് അത് നമ്മുടെ ഇഷ്ടമാണ്. ആരും അങ്ങനെ അത്ര പ്രഷറൈസ് ചെയ്യാനും ചെയ്തിട്ടില്ല. സിനിമയിൽ നിന്ന് കട്ടിയും അവര് ദേഷ്യപ്പെട്ട് നടക്കും, ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ? അതെ 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 അതെ, പല സിനിമയിൽ നിന്ന് എന്നെ ലൊക്കേഷനിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട്. കാരണം 2-3 ദിവസം അഭിനയിച്ച് കഴിയുമ്പോഴേക്കും പ്രൊഡ്യൂസറിന്റെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു വരവ്. അപ്പൊ അവർ നമ്മളെ റൂമിലോട്ട് വിളിക്കുമ്പോൾ ആ റൂമിൽ പോകാതിരിക്കുമ്പം പിറ്റേ ദിവസം മിനുവിന് പാക്കപ്പാണ്, മിനുവിന്റെ റോള് അടുത്ത ആഴ്ചയാണ് കേട്ടോ പൊക്കോളാൻ. പിന്നെ ആ പടം റിലീസ് ആകുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഇരയാകേണ്ടി വരുന്ന പെൺകുട്ടികളുടെ കാര്യം നേരിട്ടറിയാം എന്ന് പറയുന്നുണ്ട്. മിനു, നമുക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ മിനു എന്ന് പറഞ്ഞാൽ അതാരായിരിക്കും? അതെ അതെ, എന്തായിരിക്കും ആ സംഭവം? അത് ഒരു അമ്മയും മോളെയും ഒരു റൂമിൽ കൊണ്ടുവന്നിട്ട് 2 ആഴ്ചയോളം അവരെ ലൊക്കേഷനിലോടൊന്നും കൊണ്ടുപോകാതെ റൂമിലിട്ട് എല്ലാവരും മാറി മാറി അവരെ ക്യാമറാമാനായിട്ടും ഡയറക്ടറായിട്ടും ഇങ്ങനെ ഈ അമ്മയും മോളും കൂടെ പറഞ്ഞു. അത് വൺ വേ ടിക്കറ്റിന്റെ ചിത്രീകരണ വേളയിൽ ലൊക്കേഷനിൽ ഒരു അമ്മയും മകളെയും ഇതേപോലെ ക്രൂരമായി പീഡിപ്പിച്ച വിവരം നേരിട്ടറിയാം. അതെ, ഈ പെൺകുട്ടിക്ക് ഇതുവരെ ഡയറക്ടറെ അന്ന് ബിപിൻ പ്രഭാകർ. അതെ, മനസ്സിലായി, ബിപിൻ പ്രഭാകർ. എനിക്ക് 16 വയസ്സാ, വളരെ ചെറിയ കുട്ടിയായിരുന്നു. പക്ഷേ അത് പോക്സോ. അതെ, ബിപിൻ പ്രഭാകറായിരുന്നു. പക്ഷെ പുള്ളിക്കാരനെ അവരിട്ട് കണ്ടിട്ടുമില്ല. ഞാൻ ഡയറക്ടർ ഇൻവോൾവ് അല്ല അല്ലേ? കണ്ടിട്ടില്ല. അല്ല ഇൻവോൾവ് അല്ല. ഏതോ ഒരാൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ റൂമിൽ ഇട്ടേക്കുവാണ്. ഇതുവരെയായിട്ടും ഡയറക്ടറെ പോലും കണ്ടിട്ടില്ല. പിന്നെ പലരും വന്ന് അവരെ ഞാൻ ക്യാമറമാനാണ്, ഞാൻ ഇതാണെന്നൊക്കെ പറഞ്ഞ് അവരെ വന്ന് മിസ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാക്കൊള്ളുന്നുണ്ട്, പോകാനുള്ള 5 പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് കയ്യിൽ നിന്ന് പൈസ എടുത്ത് അവരെ പറഞ്ഞു വിട്ടത്. പിന്നീട് ആ കുട്ടിയെയും അമ്മയും പിന്നെ വേറെ കണ്ടിട്ടുണ്ടോ ബിനു? അവര് പിന്നീട് സിനിമയിലുണ്ടോ അതോ സിനിമയിൽ നിന്ന് പോയോ? അവര് ഒരിടത്തും കണ്ടിട്ടില്ല. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഷാളിട്ടിട്ടുണ്ടായിരുന്നു. അതെ, ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് മിനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ഈ മണിയമ്പല രാജേട്ടൻ തന്നെ ഏതോ ഒരു അന്ന് കലണ്ടറിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ പുറകെ പലരെയും ഇങ്ങനെ വിളിക്കുന്നതായിട്ട് അത്രേ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും AMMയിലെ അംഗത്വം ഇല്ലല്ലോ മിനുവിന് അല്ലേ? പിന്നെ എനിക്ക് അങ്ങനെ അല്ല, ഇല്ല ഇപ്പോഴില്ല, തന്നിട്ടില്ല അവര്. അപ്പൊ ഈ മുകേഷ് ഇന്നലെ പ്രതികരിക്കുന്നത് കണ്ടിട്ടാണ് താങ്കൾ ഇപ്പോൾ പ്രതികരിക്കാൻ വന്നതെന്നാണ് നേരത്തെ പറഞ്ഞത്. അതായത് ടെസ് ജോസഫുമായിട്ടുള്ള വിഷയത്തിൽ ടെസ് ജോസഫിനെ അറിയില്ല, ഞാനത് ഓർമ്മിക്കുന്നില്ല, താങ്കൾ MLA ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. മിനു ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ആരുടെയെങ്കിലും പ്രേരണയാലാണോ മിനു? അല്ലല്ലോ.
ഒരിക്കലല്ല. എനിക്കും കൊണ്ടൊരു മോള്, ഞാനൊരു മകളുടെ അമ്മയായതുകൊണ്ടാണ് ഇനിയുള്ള വരും കാലങ്ങളിൽ ഒരു പെൺകുട്ടികൾക്ക് പോലും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം എടുത്തൊരു തീരുമാനമാണ്. കാരണം മുകേഷ് ഇത്രയെല്ലാം വലിയ ചാമ്പ്യനാണ് നമ്മുടെ മലയാള സിനിമയിൽ. എന്നിട്ട് എനിക്കറിയില്ല ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, അത് രാഷ്ട്രീയക്കാരുടെ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കിങ്ങനെ ഇരച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിത് വെളിപ്പെടുത്തും എന്ന് തീരുമാനിച്ചത്. മറ്റാരെങ്കിലും മിനുവിനോട് അവരുടെ ദുരനുഭവം വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും പ്രമുഖ നടനോ പ്രമുഖ താരങ്ങളോ ഏതെങ്കിലും സിനിമയിൽ നിർണായക ശേഷിയുള്ള പവർ ഗ്രൂപ്പിന്റെ ഭാഗമായ ആളുകളിൽ നിന്നോ ദുരനുഭവം നേരിട്ടവർ? ഇല്ല, കാരണം ഞാൻ ഉണ്ടായിരുന്ന ആ സമയത്ത് എല്ലാവർക്കും ഇത് പുറത്ത് പറയാൻ പേടിയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ഫിലിം അവർക്ക് കിട്ടത്തില്ല. അപ്പൊ ഈ ഫിലിം കിട്ടാത്തതുകൊണ്ട് എല്ലാവരും ഫിലിം ഫീൽഡിലുള്ളവരാണല്ലോ. അപ്പൊ ഞാൻ മാത്രമാണ് കേരളത്തിൽ നിന്നും ഈ മലയാള സിനിമയെ വേണ്ട എന്ന് വെച്ച് ചെന്നൈയിലോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ സിനിമാ മേഖലയിൽ സജീവമാണോ മിനു? ഇപ്പൊ സജീവമല്ല. ഓക്കെ, മിനു, ആ പോസ്റ്ററിനകത്തൊരു ചെറുപ്പക്കാരന്റെ പടം കാണുന്നു, അതാരാണ്? അതാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ. എന്നെ തിരുവനന്തപുരത്തോട്ട് വിളിച്ചില്ലേ, പ്രൊഡ്യൂസറിനും ഡയറക്ടർക്കും. വിച്ചുവിന്റെ പ്രൊഫൈലാണ് താങ്കൾ ഇട്ടത്? ഒരു മുളു വിച്ചു ഈ ചങ്ങാതിയാണോ? അടുത്തിടെ വിളിച്ചത്? എന്നെ നേരിട്ട് അടുത്തിടെ വിളിച്ചത് അല്ലേ? കഴിഞ്ഞ മാസം വിളിച്ചത്. അയാൾ വിളിച്ചെന്താ? അടുത്തിടെ വിളിച്ചത് ഒരു പ്രൊഡക്ഷൻ. എടോ തനിക്കൊരു റോളുണ്ട്, ബിന്ദു പണിക്കറിന്റെ റോൾ എടോ എന്നൊക്കെ വിളിച്ചിട്ട് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ഞാനാണെങ്കിൽ 2 കുട്ടികളുടെ അമ്മയാണ്, എന്നെ പേര് വിളിച്ചൂടെ? എടോ തനിക്കൊരു റോളുണ്ട്, ബിന്ദു പണിക്കറിന്റെ റോളാ, ത്രൂ ഔട്ട് റോളാ, തനിക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ താൻ ട്രിവാൻഡ്രത്തിലൊന്ന് വരണം. ട്രിവാൻഡ്രത്ത് എന്തിനാ വരുന്നത്? ട്രിവാൻഡ്രത്ത് വന്ന് ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും കണ്ടാൽ ഞങ്ങൾ ആ റോള് തനിക്ക് അങ്ങ് ഫിക്സ് ആക്കും. ഞാൻ പറഞ്ഞു അതെ, ഈ നീ എന്നുള്ള വിളിയൊക്കെ ഒന്ന് മാറ്റിട്ട് എന്റെ പേര് വിളിക്കും കേട്ടോ. അല്ല, ഞാൻ എല്ലാവരും അങ്ങനെയൊക്കെ വിളിക്കാം. എന്നെ കുറിച്ച് ചോദിച്ചു നോക്കി അറിയാം, ഇയാൾക്ക് എന്നെ കുറിച്ച് അറിയില്ല. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നാമതായിട്ട് എനിക്ക് അറിയത്തില്ലാത്തൊരു വ്യക്തിക്ക് ഇത്ര വളരെ കോൺഫിഡൻസ് ആയിട്ട് ഒരു മുളുപ്പുമില്ലാതെ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി ഒന്ന് പോകണം എന്ന് ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ ചെറുക്കനെയാണ് ആദ്യമേ പിടിച്ചു പൊക്കേണ്ടത്, വിച്ചു എന്ന് പറഞ്ഞ ചെറുക്കനെ. മിനു, ഈ വിവരങ്ങളൊക്കെ തുറന്നു പറയുന്നത് കുടുംബത്തിന്റെ അനുമതിയോടുകൂടി, ഐ മീൻ ഹസ്ബൻഡും മക്കളും ഒക്കെ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണോ മിനു ഇത് തുറന്നു പറയുന്നത്? മക്കളോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അത് വേണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വേണം, തീർച്ചയായിട്ടും വേണം. മിനു, നിയമ നടപടികളിലേക്ക് പോകുമോ? ഞാനിത് പ്രതികരിക്കാൻ പോവാണ്. കാരണം അവര് തീർച്ചയായിട്ടും പോകും. ആർക്കെതിരെയാണ് കേസ് കൊടുക്കാൻ പോകുന്നത്? ആദ്യം ഈ പ്രൊഡക്ഷൻ കാരണം എല്ലാവർക്കെതിരെയും എല്ലാവർക്കെതിരെയും കൂടെ. എന്റെ അടുത്ത് വെർബൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ആയിരുന്നല്ലോ. പക്ഷേ സെക്സ്വൽ ഹരാസ്മെന്റ് ആൻഡ് എക്സ്പ്ലോയ്റ്റ്മെന്റ് ആണല്ലോ. ഇപ്പോ മുകേഷൊക്കെ 2013 ആ കാലഘട്ടങ്ങളിൽ, മണിയമ്പിള്ള രാജു, ഇവരുടെയൊക്കെ ജയസൂര്യ, അതിന് തെളിവുകൾ എന്തെങ്കിലും കൈവശം ഉണ്ടാകുമോ മിനു? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? കാര്യം കേസിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അവരത് ചോദിക്കുമല്ലോ. ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, എനിക്കുണ്ടായ ഒരു ദുരനുഭവം ഞാൻ അത് പരാതി കൊടുക്കുവാണെങ്കിൽ അന്വേഷണം നടക്കണം. ഇല്ല എന്ന് തെളിയിക്കേണ്ടത് തെളിവ് കൊടുക്കേണ്ടത് ബാധ്യതയല്ല, അത് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതാണ്. പക്ഷെ അതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ടോ അത് തെളിയിക്കപ്പെടുമ്പോൾ? തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ട്. കാരണം എനിക്കിപ്പോ ഈ പബ്ലിക്കിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് പറയേണ്ട, എന്റെ 2 പിള്ളേരുടെ അമ്മയാണ്, എനിക്ക് പറയേണ്ട ഒരാവശ്യമില്ല. മിനുവിന്റെ ഫോണിലോ ഏതെങ്കിലും തരത്തിൽ ഇതേപോലെ നടന്മാരോ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും അയച്ച മെസ്സേജുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ കാലത്ത് മൊബൈൽ ഫോൺ അത്ര ശക്തമല്ല എങ്കിൽ പോലും. അതിപ്പോ അടുത്തിടയ്ക്ക് ഈ വിച്ചു എന്ന് പറഞ്ഞ പയ്യനില്ല, ആ പയ്യൻ അയച്ച അതുണ്ട്, വാട്സപ്പ് ചാറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മിനു എന്തായാലും നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഇറങ്ങാൻ തന്നെ തീർച്ചയായിട്ടും നല്ല കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഇറങ്ങുകയാണ്. എത്രത്തോളം പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ജനങ്ങളെല്ലാവരും നീതിയുടെ കൂടെ നിൽക്കും. നാളെ നമ്മുടെ പിള്ളേർക്കും ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇത്രയിലൊക്കെ നമ്മുടെ മലയാളത്തിൽ നടന്നിട്ടുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ നടക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാനിതിൽ ഇറങ്ങും. താങ്ക് യു മിനു.
താങ്ക്സ് എ ലോട്ട് മിനു. തുറന്നു പറഞ്ഞതിന് കാര്യങ്ങൾ. മിനു മുനീറാണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. ദുരനുഭവങ്ങൾ ഒന്നൊന്നായി മിനു മുനീറാണ് പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചത്. അല്ലമീൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. 2013 മുതലുള്ള ദുരനുഭവങ്ങളുടെ കഥയാണ്. ആ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. ആ ചിത്രത്തിൽ കാണുന്നയാളാണ് വിച്ചു എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളർ. ഇതിൻ്റെ തെളിവ് ഇപ്പോൾ മിനു മുനീറിൻ്റെ ഫോൺ കോളിലുണ്ട്. സംവിധായകനും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വീരനാണ് ഈ കക്ഷി എന്നാണ് പറയുന്നത്. ഇദ്ദേഹമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായാൽ നല്ല റോളുകൾ കിട്ടാം എന്ന് പറഞ്ഞു കൊടുത്തത്. മിനുവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജുകൾ അയച്ചിരുന്നയാളുടെ ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.